രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ദുൽഖർ സൽമാൻ, അതായത് മലയാളത്തിന് പുറമെ തമിഴും തെലുങ്കും ഹിന്ദിയും, അതായത് എനിക്ക് തോന്നുന്നു കന്നഡ ഒഴിച്ചുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും, കന്നഡയ്ക്ക് പകരം ഹിന്ദിയിലും ഉള്ള ഭാഷകളിലും എല്ലാം തൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന നായക നടനാണ് ദുൽഖർ സൽമാൻ. നമുക്ക് നായകൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ, അതായത് നമുക്ക് മലയാളികൾക്ക് അഭിമാനത്തോടുകൂടി ഒരു നായകൻ, ഈ നായകൻ, അതായത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നായകൻ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ മലയാളിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയത്തക്ക രീതിയിലുള്ള നായകനാണ് ദുൽഖർ സൽമാൻ. അതായത് മുമ്പ് ബാൽക്കിയെ പോലുള്ള ആൾക്കാർ പറഞ്ഞ കണക്ക് തമിഴിൽ സംഭാഷണം അത് ഡബ് ചെയ്ത് അഭിനയിക്കുന്ന സമയത്ത് ഒരു തമിഴിനാണെന്ന് തോന്നും, ഹിന്ദി പറഞ്ഞാൽ ഹിന്ദിക്കാരനാണെന്ന് തോന്നും, തെലുങ്ക് പറഞ്ഞാൽ തെലുങ്കനാണെന്ന് തോന്നും, മലയാളം പറഞ്ഞാൽ മലയാളിയാണെന്ന് തോന്നും എന്നുള്ള രീതിയിലുള്ള ഒരു നായക നടൻ. ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു അന്യഭാഷയിൽ പോയിട്ട് അതേ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുമ്പം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാളാണെന്ന് കാണിക്കേണ്ടെന്ന യാതൊരു ആവശ്യവുമില്ല. കാര്യം അങ്ങനെ കാണിക്കേണ്ടെന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ അയാൾ ആ സ്വന്തമായിട്ട് ഡബ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വാക്കുകളിനകത്ത് വരുന്ന, അതായത് ഉച്ചാരണ പെശക് കൊണ്ടായിരിക്കും പല കഥാപാത്രങ്ങളെയും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ആളായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സോയ ഫാക്ടറി പോലുള്ള സിനിമ, അങ്ങനെ ഏത് സിനിമ എടുത്താലും ഒരു വടക്കേന്ത്യൻ കഥ പറയുകയാണെങ്കിൽ ഒരു വടക്കേന്ത്യക്കാരനായിട്ട്, ഒരു തമിഴൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് പറയുന്ന ഒരു തമിഴനായിട്ടോ തെലുങ്കനായിട്ടോ ആരായിട്ട് വേണമെങ്കിലും കണക്കാക്കാവുന്ന ഒരു നടനാണ് ദുൽഖർ സൽമാൻ. ഇപ്പം അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ പല ഭാഷകളിൽ ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സ്വാധീനം ഉറപ്പിച്ചെടുക്കുകയും, ഇപ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ പോലും അതിൻ്റെ ഒരു ഭാഗമായി തീരുകയും ആ ഒരു വലിയ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കും നമുക്കറിയാം. കാര്യം അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മറ്റൊരു ഇൻ്റർവ്യൂവിൽ അന്ന ബെൻ എന്ന് പറയുന്ന നടിയുമായിട്ട്, ഒരു താരവുമായിട്ട് ഒരു അവതാരകന നടത്തിയപ്പം മലയാളത്തിന് പുറമെ തെലുങ്കിൽ പോലും, അതായത് ദുൽഖറിൻ്റെ ക്യാമിയോ റോൾ വരുന്ന സമയത്ത് തിയേറ്ററിൽ ഉണ്ടാകുന്ന പ്രതികരണം, അതായത് കയ്യടിയെക്കുറിച്ച് അവർ ഇരുവരും സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്ന ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, സിതാര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ വെങ്കി അട്ടലൂർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്നത്. അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ ഇതിനുള്ളിൽ അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് സിനിമ അതിൻ്റെ റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 27 എന്ന് പറയുന്ന ഡേറ്റ് ആണ് അവർ നിലവിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം വേഫെയർ ഫിലിംസിനെ പോലെ, അല്ലെങ്കിൽ വേഫെയർ റിലീസിനെ പോലുള്ള അവരാണ് അതിൻ്റെ റിലീസ്, ദുൽഖറിൻ്റെ സ്വന്തം വിതരണ കമ്പനി തന്നെയാണ് അതിൻ്റെ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഈ പറഞ്ഞ കണക്ക് സീതാരാമത്തിന് ശേഷം ദുൽഖർ നായകനായിട്ട് വരുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ എന്നുള്ള രീതിയിൽ, അതും ഓണം റിലീസ് സിനിമകൾക്ക് തൊട്ടുപുറകെ, അതായത് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തിയേറ്ററിലേക്ക് എത്തുകയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. കാര്യം അതൊരു ബാങ്കും ഒരു ബാങ്ക് കണക്കിൽപ്പെടാത്ത, അല്ലെങ്കിൽ അധികമായിട്ടുള്ള കുറേ പൈസയും ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഏതൊരു പ്രേക്ഷകനും കാണാൻ താല്പര്യമുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സിനിമയാണെന്നാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ, അതായത് നമ്മൾ പറയുന്നതാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദുൽഖറിൻ്റെ അടുത്ത ഏറ്റവും വലിയ തെലുങ്കിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിലുള്ളൊരു വലിയൊരു ഹിറ്റായി മാറട്ടെ ലക്കി ഭാസ്കർ. താങ്ക് യു.